അബൂദാവൂദ് റളിയല്ലാഹു അൻഹു തോണി കയറിയിട്ട് കപ്പലിലേക്ക് എത്തി. കപ്പലിലേക്ക് കയറാനിരിക്കുമ്പോൾ മഹാൻ പറഞ്ഞു തോണിക്കാരനോട്, ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നല്ലേ വരുന്നത്, അത് നീ നോക്കണ്ട, നീ എന്നെ അവിടെ എത്തിക്ക്, എന്നിട്ട് ഉടനെ ഈ കപ്പൽ വിടുന്നതിന് മുമ്പ് എന്നെ. ഉസ്താദ് അവിടെ നിന്ന് തന്നെയല്ലേ വരുന്നത്, പിന്നെ ഒന്നുകൂടി അങ്ങോട്ടേക്ക് എന്തിനാ പോണത്? ഒരു ദിർഹം ഫുള്ള് തരേണ്ടി വരുവേ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സർവീസ് അല്ലേ, സർവീസ് ചാർജ് അല്ലേ, തരാമെന്ന് പറഞ്ഞു. ഫത്തുൽ ബാരിയിലുണ്ട്. അങ്ങനെ പോയി തിരിച്ചു വന്നു, ഒരു ദിർഹം കൊടുത്തു. കപ്പലുകാരും ചോദിച്ചു, അത് ശരിക്കും നഷ്ടമല്ലേ, ഒരു ദിർഹം എന്തിനാണ്, പോയയിടത്തേക്ക് തന്നെ ഒന്നുകൂടി പോയത്, ഉള്ളിടത്ത് തന്നെ ഒന്നുകൂടി പോകേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അത് അവിടുന്ന് ഒരാൾ തുമ്മിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അൽഹംദുലില്ലാ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇറമുക്കല്ല പറഞ്ഞ സുന്നത്ത് തന്നെ ശരി, പക്ഷെ ഞാൻ ഇറമുക്കല്ല ഇവിടുന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കൂല. അയാൾ കേൾക്കുന്ന വിധത്തിന് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാലുള്ള മെച്ചെന്നാ അറിയാം. അയാൾ എന്നോട് യഹ്ദീക്കുമുല്ലാന്ന് എനിക്ക് ദ്വാരം തരും. ഒരു മുഅ്മിൻ്റെ ലിസാനിലൂടെ, നാവിലൂടെ യഹ്ദീക്കുമുല്ലാ, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പറഞ്ഞ് അയാളെങ്ങനെ ദുആയിൽ ഇജാബത്തുള്ള ആളെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ. ഒരു ദിർഹം പോയാൽ എന്ത്? അന്ന് രാത്രി കപ്പലുകാർ ഒരു സൗണ്ട് കേൾക്കുന്നു, ആകാശലോകത്ത് നിന്നുള്ള അശരീരി. എന്താണെന്നറിയോ? ഇന്ന അബൂദാവൂദ്, ബുദ്ധിമാനായ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഇസ്തറൽ ജന്ന, സ്വർഗം വാങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ, ബിദിർഹമിൻ വാഹിദിൻ, ഒരു ദിർഹമുണ്ട്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നല്ല കാര്യം ചെറുതായിട്ട് സുന്നത്തല്ലേ ഉള്ളൂ, അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, 10 രൂപ കൊടുത്തിട്ട് എന്താ വേണ്ടത്, അങ്ങനെ ചിന്തിക്കരുത്.